അതായത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത്. അല്ല പശുവിനെ നമ്മൾ എന്തിന് സ്നേഹിക്കുന്നു? പശുവിനെ എന്തിനു സ്നേഹിക്കുന്നു? പശു എനിക്ക് പാല് തരുന്നു, ക്രിസ്തു എനിക്ക് IELTS തരുന്നു. കണ്ട, പല ആൾക്കാരുടെ ഉള്ളിൽ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളു. ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പശു എനിക്ക് പാല് തരുന്നു. പിന്നെ എന്താ? പശു എനിക്ക് ചാണകം തരുന്നു. ചാണകം എനിക്കിന് തക്കാളിക്കിടാം അല്ലേ? അപ്പോൾ വളം തരുന്നു. അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു എന്നെ ജപ്റ്റിനോട് മാറ്റുന്നു. ക്രിസ്തു എനിക്ക് ജോലി തരുന്നു. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഞാൻ പശു എനിക്ക് ചാണകം തരുന്നു, പശു എനിക്ക് പാല് തരുന്നു, ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ നിലവാരവും ആരാധന നിലവാരവും മൃഗസമാനമാണ്. പശു സമാനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അതുപോലെ ആധ്യാത്മികത അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ്? അവൻ നിത്യതയോളം വളരണം. പണ്ട് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകമില്ലേ? എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, വലിയ മോർക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കുന്നതുകൊണ്ട് DPEPക്കാരല്ലേ. വലിയ മോർക്കറിയാം, പഴയ പാഠപുസ്തകമുണ്ട്. എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, അമ്മണി വന്നു കമ്മൽ തന്നു അല്ലേ? അതന്നെ. അപ്പോൾ അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു. എന്താ കാര്യം? ഞാൻ അച്ഛനോളം വലുതാകണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് 1ാം പാഠം. അധ്യായങ്ങളുടെ 1ാം പാഠവും ബൈബിളിൻ്റെ 1ാം പാഠവും അത് തന്നെയാണ്. എന്താണ്? ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രക്തവും തരുന്നു. എന്താ കാര്യം? ഞാൻ നിത്യതയോളവും വലുതാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്വന്തമാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്ത് നീ ഉടമ്പടി എടുക്കുന്നു? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, മക്കളുണ്ടാകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക്. അതിൻ്റെ അകത്ത് എൻഡിട്ട് ഇത് പറക്കത്തില്ല. പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത്. എന്താ കാര്യം? താറാവ് അധികം പറക്കത്തില്ലല്ലോ ഇല്ലേ? പക്ഷെ കഴുകനാണെങ്കിൽ പറക്കും. അപ്പോൾ നീ ഒരു ഈഗിൾ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നങ്ങ് നിൽക്കും. എന്താ കാര്യം? എന്താ? നിത്യത. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിത്യതയാണ്. നീ ഇവിടുത്തെ ജോലി, വീട്, വിവാഹം, IELTS, PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമി നിസാനം പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ എപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വപ്നം അതാണ്. പെർഫെക്റ്റ് as your heavenly Father is perfect. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ്. അതാ നിത്യതയോളം വളരാൻ ഉദ്ദേശിക്കണുണ്ടല്ലോ. നോക്കിയേ, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആന്തരിക ചോദന എന്താ? ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ്. ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അതൃപ്തിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എല്ലാം ശാസ്ത്രം ഇവിടെ നിന്ന് വന്നതാണ്, അതൃപ്തിയിൽ നിന്ന് വന്നതാണ്. ഇതല്ല, ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ്. ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം നമ്മളെ വീണ്ടും അടിമയാക്കും. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ AC ഇല്ലാത്ത വീടാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച, പെരുന്നാളിന് മേടിച്ചൊരു ബെസറിയുണ്ട് അല്ലേ? അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻപുറത്തൊക്കെ ഈ ജനുവരി മാസം, മാർച്ച് മാസത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഈ ബെസറി കൊണ്ട് വീശി രാത്രി നല്ല വേർപ്പായിരിക്കുമേ. അപ്പം വീശി എന്ത് ചെയ്യും? വീശി വേർത്ത് ഉറങ്ങിപ്പോവും. അതേ ഉള്ളൂ. കറണ്ടില്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. ബെസറിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റണില്ല. ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിന്മേ മുഴുവൻ പുകയുടെയും കരിയും ജലന്തി വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ AC വെച്ചു. AC കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ACയിൽ തന്നെ റിപ്രക്കഷൻസും റെസിപ്രേഷനും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈശോ പറഞ്ഞതല്ലേ, വിശറി പിടിക്കണവന് പിന്നെയും ദാഹിക്കും, അവന് ഫാൻ വേണം. ഫാനുള്ളവന് പിന്നെയും ദാഹിക്കും, അവന് AC വേണം. ഈ വെള്ളം കുടിക്കണവന് ഇനി ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
യോഹന്നാൻ 4:13. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡിയെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് പറയുന്നത് ബൈബിള്. യോഹന്നാൻ 2:17 എടുത്തേ. 2:17. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് പ്രശ്നം. വരും ഈ മോഹങ്ങൾക്കെല്ലാം നമ്മൾ പുതിയ സ്ഥാനം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയണത്, അതും മാറ്റിപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടേണ്ടി വരും എന്നർത്ഥം. ഒരാൾക്കാർ അവിടെ അഭിമാനം, അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എങ്ങനെയാണ്? ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബ്രാൻഡിനൊപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇതൊരു തിരിച്ചറിവിൻ്റെ വിഷയമാണ്. നമ്മളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്, അതാണ് ഈശോ പറഞ്ഞത്, തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് 7 യോഹന്നാൻ 7:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 7:37. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇപ്പോൾ ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ജീവജലത്തിൻ്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ജഡികമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ്. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? അവൻ അന്ത്യവിധിയാളൻ ആരാണ്? അവനല്ലേ. അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ല, ഫുൾ ബെഞ്ചാണത്. അവനൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ്. എന്താണ്? ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ ഒന്ന് പറഞ്ഞേ, തിരുനാളിന്റെ 1-ാം ഘട്ടം തന്നെ. ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പെടണ പാട് കണ്ടില്ലേ? തിരുനാളിന്റെ രണ്ടാമത്തത് എന്താ? മഹാദിനത്തിൽ പിന്നെന്താ? അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇത്രയും എംഫാറ്റിക് ആയിട്ടൊരു ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിൻ്റെ 11 ദിവസങ്ങളിൽ 11ാമത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണ് ക്ലൈമാക്സ്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവനെന്ത് ചെയ്ത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. താത്തി പറയാം, സാധാരണ സ്ഥലത്തല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാറുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 7:39 യോഹന്നാൻ 7:39 അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആർക്കാണ് ജാതി മാറേണ്ടത്, ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചതുകൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിന് പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് സ്നാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവെന്താണ്? അനുഭവം എന്ന് പറയുന്നത്. അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ, ജീവജലത്തിനരുവിയായി ഇറങ്ങി കൈയൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി ഇറങ്ങി കൈയൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. അതിലൂടെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ സ്വീകരിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്. ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകൾ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ കാറിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ ഗൃഹപ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് അറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിറ്റ് ഈസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പഴയ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു. പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകാരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. ഇതിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും മിലിറ്ററി ടാർഗറ്റിങ് നടക്കുന്നത്.
അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, എൻ്റെ പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോശൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്.